എനിക്ക് ഗുഡ് ഈവനിങ് അല്ല സോറി ഗുഡ് ആഫ്റ്റർനൂൺ. അതിപ്പോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ നിന്ന് വിളിച്ചിട്ട് ശ്രീ മല്ലിക സുകുമാരന്റെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ലേ വേണ്ടത്? പൃഥ്വിയല്ലേ അത്? പൃഥ്വിയുടെ സൗണ്ട് അല്ലേ? പൃഥ്വിയുടെ വന്നിട്ടുണ്ടോ? അല്ല വേറെ ആരോ. എവിടുന്നൊക്കെയോ ചില ശബ്ദം. യെസ് പ്ലീസ് പ്ലീസ്. അലനാണ് എത്തിയിരിക്കുന്നത്. അലനെ പറ്റി ഒറ്റ വാക്കിൽ ഞാൻ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ മുഴുവൻ തെരഞ്ഞ ആള് അലനാണ്. കാരണം അലൻ സംസാരിക്കുന്നത് പൃഥ്വിരാജിനെ പോലെയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? അലൻ പറയൂ, ഇതെങ്ങനെ സംഭവിക്കുന്നു? സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. കാരണം പൃഥ്വിരാജ് സംസാരിക്കുന്ന പോലെയാണ്. അല്ല, ഞാൻ ഇന്ദ്രജിത്തിന്റെ കേട്ടിട്ടുണ്ട് കുറെ കറക്റ്റ്, പക്ഷെ പൃഥ്വിരാജിന്റെ അധികം കേട്ടിട്ടില്ല. അലൻ ആൻഡ് മൈൽ സ്റ്റോൺ കാണാത്തോണ്ടായിരിക്കും, കണ്ടെങ്കിൽ കേട്ടതിന് മുമ്പേ. അതായത് അലന്റെ ഒരു ഇന്റർവ്യൂ ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ മല്ലികാന്റി ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മില്യൺ വ്യൂസ് ആണ് കയറിയത്. പൃഥ്വിരാജിന്റെ ഒരു അപരനായിട്ടുള്ള ഒരു ശബ്ദമാണ്. അങ്ങനെ ഒരു പൃഥ്വിയുടെ ടച്ച് സൗണ്ടിലുണ്ട്, ശബ്ദത്തിലുണ്ടെന്ന് ആരാണ് ആദ്യം കണ്ടെത്തുന്നത്? ഇല്ല, ആക്ച്വലി സ്കൂൾ ടൈം തൊട്ടേ, ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ ടൈം തൊട്ടേ ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ സോ ഞാനിതിന് അങ്ങനെ വലിയൊരു അറ്റൻഷൻ കൊടുത്തിരുന്നില്ല. പക്ഷെ വളരെ റീസെൻ്റ് ആയിട്ട് ജനഗണമന തിയേറ്ററിൽ വന്നപ്പോൾ അവിടെ ഒരു റിവ്യൂ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അന്ന് തൊട്ടാണ് ഇത് കുറച്ചുകൂടി ഒരു സോഷ്യൽ മീഡിയ അറ്റൻഷൻ ആണ്. സോഷ്യൽ മീഡിയ ചോദിച്ചു ഇത് പൃഥ്വിരാജ് അല്ലേ എന്ന്. ഒരു ചെറിയൊരു ഡയലക്റ്റിലൊരു ഛായ തോന്നിയല്ലേ? അല്ല, എനിക്ക് തോന്നുന്നു അത് ശബ്ദം ആസ് സച്ച് അങ്ങനെ സിമിലർ അല്ലെങ്കിലും കുറെ കൂടി സംസാരിക്കുന്ന മോഡുലേഷൻ അതായിരിക്കും കുറച്ചുകൂടി സിമിലർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, തീർച്ചയായിട്ടും. അതിപ്പോ രാജുവിൻ്റേത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു കൊച്ചു പെൺകുട്ടി ആ ജനഗണമനയിലെ ഡയലോഗ് പറയുന്നത് കണ്ടു ഞാൻ. എവിടെയോ ഒരു കുട്ടി ഫേസ്ബുക്കിലാണ് ഞാൻ കണ്ടത്. ഇത് മറ്റേ ഇത് ഇന്ത്യയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു. അപ്പോൾ ഞാനിങ്ങനെ, പക്ഷേ അതാ കണ്ടില്ല. ഇന്ദ്രജിത്തിൻ്റെ കുറേ പേര് അതുപോലെ പറയുന്നുണ്ട്. ശരിക്കും ഞാൻ ഇദ്ദേഹത്തിൻ്റെ കേട്ടിട്ടില്ല. അതുകൊണ്ട് അല്ല, പൃഥ്വി തന്നെ പറയും ഇപ്പോൾ ഒരു ഗ്രൂപ്പിലൊക്കെ പോയാൽ ഒട്ടും ലൈക്കബിൾ അല്ല ഞാൻ. ചേട്ടനാണെങ്കിൽ കുറച്ചുകൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് എല്ലാവരും. പക്ഷെ കുറച്ച് മാറി. ആദ്യം ഇങ്ങനെ ആയിരുന്നു, ഞാൻ പറഞ്ഞില്ലേ വലിയ കാര്യത്തിൽ. ഇപ്പോൾ നമ്മളങ്ങോട്ട് ഇതിൻ്റെ പൃഥ്വിരാജ് ഞാനിതിനെ ആ പടം കണ്ടു. കണ്ടോ? അതെന്തായിരിക്കും ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ അഭിനയിച്ച് കാണിക്കാറുണ്ട്. ഔ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 5-6 മോളെല്ലാം തീരും. ഇന്ദ്രനും ഞാനും അങ്ങനെയല്ല. കണ്ടോ, എവിടുന്നാ കണ്ടേ? അതിന്റെ കഥ മുഴുവൻ അവിടെ പറയിപ്പിക്കും ഞങ്ങൾ. അത് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അല്ല, പൃഥ്വിയിൽ ഒരു കാര്യം മാറ്റണം. ആസ് എൻ അമ്മ എന്നുള്ള രീതിയിലാണ് മല്ലികാന്റിക്ക് മാത്രമേ ഇത് ലോകത്ത് പറയാൻ ഒരു അവകാശമുള്ളൂ. പൃഥ്വിയിൽ ഒരു കാര്യം മാറ്റണം എന്ന് തോന്നിയ ഒരു എലമെന്റ് എന്തായിരിക്കും? ഇപ്പോഴല്ല, ഇപ്പൊ ഒരുപാട് മാറി സത്യത്തിൽ. ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും ഇവനിങ്ങനെ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്കിരിക്കുക, ഫോട്ടോ എടുക്കാൻ ആരെങ്കിലും വന്നാലും പിന്നാട്ടെ എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല, നീ നിൽക്കുന്ന ഫീൽഡ് അങ്ങനെയാണ്. കാരണം അവർക്കിപ്പോൾ നിൻ്റെ സിനിമ കാശ് മുടക്കി പോയി കണ്ടിട്ട് എന്താണ് ലാഭം? അതൊന്നുമില്ല. ആ കാശ് പ്രൊഡ്യൂസർക്ക് കിട്ടും, നല്ല കാര്യം. നിങ്ങൾക്ക് വെറുതെ അടുത്ത പടം വരും. അതുകൊണ്ടല്ല, അവരാണ് നമ്മുടെ ഓഡിയൻസ്. അവരുടെ അനുഗ്രഹവും സഹകരണവും ഉണ്ടെങ്കിലേ താരം എന്ന് പറയുന്ന പേരിലേക്ക് എത്താനൊക്കെ ഉള്ളൂ. എത്രയോ പടങ്ങൾ ഇവിടെ വന്നു പോന്നു, എത്രയോ പേര് അഭിനയിച്ചു, എത്ര പേര് ഈ സ്റ്റാർഡത്തിൽ നിൽക്കുന്നവരുണ്ടെന്ന് ആലോചിച്ച് അങ്ങനെ പറയും. ഇപ്പം പക്ഷേ കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് ഭയങ്കര എനിക്ക് തന്നെ വരുന്നുണ്ട്. അമ്മേ 70 ഫോട്ടോ എടുത്ത് ഇന്നലെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ പയ്യന്നൂര്, തളിപ്പറമ്പ് ഇതൊക്കെ എനിക്ക് വരുന്നുണ്ട്. സൂപ്പർ. ഈ അലൻ എങ്ങനെയാണ് പൃഥ്വിയുടെ സിനിമാസ് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് വല്ലത് ആയതാണോ? ഓർ യു നോർമലി യു സ്പീക്ക് ലൈക്ക് ദിസ്? I actually speak like this. അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയി എന്ന് പൃഥ്വിനെ എനിക്ക് തോന്നുന്നു ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ അലന്? Yeah, of course. He is a very established actor of our industry. പുള്ളി ഈ ഒരു വളരെ യങ് ഏജിൽ തന്നെ വന്ന് അറ്റൈൻ ചെയ്തൊരു സക്സസ്, ദാറ്റ് ഇസ് സംതിങ് റിയലി കമൻഡബിൾ. കാര്യം നോട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് അച്ചീവ്ഡ് ദാറ്റ് കൈൻഡ് ഓഫ് സക്സസ് ഇൻ ദെയർ ലൈഫ്സ്. സോ ആ ഒരു മേ ബി ആ ഒരു കൈൻഡ് ഓഫ് സക്സസിൽ ഞാൻ ഇൻഫ്ലുവൻസ് ആയേക്കാം. പക്ഷേ ഒരു ആളുടെ സംസാര രീതി അല്ലെങ്കിൽ പെരുമാറ്റം അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് റൈറ്റ്. ബിക്കോസ് കേൾക്കാനത് സുഖമുണ്ടാവുമെങ്കിലും പിന്നെ വരുമ്പോൾ ഞാൻ എന്ന വ്യക്തി അവിടെ ഇല്ലാതാവുന്നത് ഒരു പോയിന്റാണ്. സോ I think I admire the person he is, and he is very. ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് പൃഥ്വിന്റെ? അത് ആക്ച്വലി ഒരുപാട് പറയാനുണ്ട്. ലൈക്ക് ഐ ലവ്ഡ് മുംബൈ പോലീസ്. അതെ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 7th സ്റ്റാൻഡേർഡിലായിരുന്നു. അപ്പൊ അന്നിരുന്നിട്ട് ഇങ്ങനൊരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ കാണുമ്പോൾ അയാളും ഞാനും തമ്മിൽ. സോ അങ്ങനത്തെ സിനിമകൾ. പിന്നെ വളരെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ജനഗണമന, വാസ്തവം,
ആൻഡ് വർഗം ഐ തിങ്ക് ഇസ് എ വെരി അണ്ടർറേറ്റഡ്. കണ്ടോ, എല്ലാ പടങ്ങളും അറിയാം പൃഥ്വിന്റെ. കണ്ടോ മല്ലിക, എന്തുമാത്രം ഫാൻഷിപ്പ് ആണ് എല്ലാവർക്കും ഉള്ളതെന്ന്. ആൻഡ് പൃഥ്വിനെ എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ അലൻ? ഇല്ല, നോ, കണ്ടിട്ടില്ല. മല്ലിക ആന്റി ഇവിടെയല്ലേ താമസം? എറണാകുളം അല്ലേ? എറണാകുളം അല്ലേ അലൻ? അല്ലല്ല, ഞാൻ ട്രിവാൻഡ്രത്താണ്. അതപ്പോ വരുന്നുണ്ടേ, മെയ് ജൂണിൽ ഒരു മാസം ഉണ്ട് എമ്പുരാൻ ട്രിവാൻഡ്രം. ആണോ? ഒരു ദിവസം ഒന്ന് അലനെ ഒന്ന് കാട്ടി കൊടുക്കോ? എന്താ, ഞാൻ കൊണ്ടുപോകല്ലോ. ആ സൂപ്പർ, ഒരു വലിയ കൈയടി കൊടുക്കാം എന്തായാലും അലൻ. അലൻ, പൃഥ്വിനെ കാണുമ്പോൾ ഒന്ന് സംസാരിച്ചൊരു വീഡിയോ നമുക്ക് പകർത്തി തരണം കേട്ടോ, നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത്. അല്ലതെ പൃഥ്വിയുടെ പ്രൊഡ്യൂസറാണ് ഇരിക്കുന്നത്. അതൊക്കെ പൃഥ്വിയിലായാലും സന്തോഷമുള്ളൂ കേട്ടോ. ഇതുപോലെ പറയാം, ചിലപ്പോൾ ഇവിടെ ഏഞ്ചൽസ് ഓഫ് പൃഥ്വി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ ഒരു വലിയ സംഘടനയുണ്ട് രാജുവിൻ്റെ ഫാൻസിൽ. അപ്പോൾ അവരും ഇത് പറയാം, അമ്മ നോക്കണം, അമ്മ ഈ ആൺകുട്ടികളെല്ലാം കൂടെ സ്റ്റേറ്റ് കമ്മിറ്റി ഇത് പറഞ്ഞ് പോയി ഞങ്ങളെ കൊണ്ടുപോകില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഈ പൃഥ്വി ഈ 50ാമത്തേൽ വരുന്നു എന്നുള്ളത് ഒരു കൺഫർമേഷൻ കിട്ടിയില്ല. അമേരിക്കയിൽ പോകാമെന്ന് പറഞ്ഞ് ചെയ്തതല്ലേ, വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ രഹസ്യമായിട്ട് ഏഞ്ചൽസ് ഓഫ് പൃഥ്വി അറിയിച്ചു, നിങ്ങൾ എത്ര പേരുണ്ട് അമ്മ, ഒരു ഈ കൂട്ടത്തിൽ നിന്ന് ഓരോ അതിൻ്റെ തലപ്പത്ത് ഓരോ സെക്ഷനായിട്ട് ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്, അതിൻ്റെ ഹെഡ്മാരെല്ലാം കൂടെ ഒരു 15 പേര്, നിങ്ങൾ 15 പേര് തിരുവനന്തപുരത്തോട്ട് വരും, ഞാൻ കാണിച്ചു തരാൻ ഒരാഴ്ചയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർക്കിതിപ്പരം ഒരു സന്തോഷമില്ല. കാരണം ഈ ആൺപിള്ളേരെല്ലാം കൂടെ കമ്പനി കൂടി പോകുമ്പോൾ ഈ പെൺപിള്ളേരെ തഴയും. അതാണ് പെൺകുട്ടികൾ, അതാണ്. എന്തായാലും അലനൊരു വലിയ കൈയടി കൊടുക്കുന്നു. സോ എന്തായാലും ട്രിവാൻഡ്രത്ത് പൃഥ്വിനെ നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഏതാണ്ട് ഒരു മാസത്തോളം അവിടെയാണ് എമ്പുരാൻ ഷൂട്ടിംഗ്. അടിപൊളി. എല്ലായ്പ്പോഴും മക്കളും മരുമക്കളും കൊച്ചുമക്കളും കൂടെയില്ല എന്ന പരിഭവമുണ്ട് മല്ലിക സുകുമാരന്. എന്നാലും അവർ സിനിമാ തിരക്കുകളുമായി കഴിയുകയാണെന്ന ധാരണയുമുണ്ട് ഈ അമ്മയ്ക്ക്. ചില അഭിമുഖങ്ങളിൽ മാത്രമാണ് മല്ലിക എന്ന അമ്മ ആ പരിഭവം പങ്കിടാറുള്ളത്. അവരുടെ ഒപ്പം ചേർന്നാൽ ഈ അമ്മയ്ക്ക് ആഘോഷമാണ്. അമ്മയുടെ ജന്മദിനം ആഘോഷമാക്കാൻ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി എത്തിയിരുന്നു. കൊച്ചുമക്കളിൽ മടിയിലിരുത്താൻ പ്രായമുള്ള ഒരാൾ ഇനി പൃഥ്വിരാജിന്റെ മകൾ അല്ലി എന്ന് വിളിക്കുന്ന അലംകൃത മാത്രമാണ്. അല്ലിമോൾ അച്ചമ്മയുടെ മടിയിൽ ഇറക്കുന്ന വീഡിയോയും ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. മല്ലിക സുകുമാരന്റെ 2 മക്കൾക്കും പുത്തൻ താമസ സ്ഥലം ഉറച്ച വർഷം കൂടിയാണ് ഇത്. ഇന്ദ്രജിത്തും പൂർണ്ണിമയും വർഷങ്ങളായുള്ള ഫ്ളാറ്റിലെ താമസം ഒഴിവാക്കി ഒരു വീട് വെച്ച് താമസം ആരംഭിച്ചത് ഈ വർഷമാണ്. ഇക്കൊല്ലമായിരുന്നു പാലുകാച്ചൽ. പൃഥ്വിരാജ് ഭാര്യയും മക്കളെയും കൊണ്ട് മുംബൈയിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു. എല്ലാ ഇന്റർവ്യൂസിലും രസകരമായി സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് മല്ലിക സുകുമാരൻ. തന്റെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, മരുമക്കളെക്കുറിച്ച് എല്ലാം വാതോരാതെ മല്ലിക പറയാറുമുണ്ട്.